സ്ട്രെയിറ്റ് ലൈനിന്റെ പ്രോബ്ലംസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടീച്ചർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ 2 ചോദ്യം എഴുതിയിട്ടുണ്ട്. 2018 2 ചോദ്യമാണ്. ഇത്രയേ ഉള്ളൂ. നമുക്കൊന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. എന്താണ്? The equation of the line passing through AB. The equation of the line passing through AB and parallel to the line x by a plus y by b equal to 1. Okay. നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഈ ലൈനിനോട് പാരലലും ആണ്. ഏതിലൂടെ കടന്നു പോകുന്നുണ്ട്? എ ബി എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ലൈനിന്റെ പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. പേരല്ല, ഇക്വേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഓപ്ഷൻസ് ഉണ്ട്. x by a plus y by b equal to 3, x by a plus y by b equal to 2, x by a plus y by b equal to 0, x by a plus y by b plus 2 equal to 0, x by a plus y by b equal to 4. അപ്പൊ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പൊ എന്താ വേണ്ടത്? ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഓക്കെ, അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ് വേണ്ടത്. ആദ്യം നമുക്കറിയാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ പാരലൈൻ അപ്പൊ തന്നെ എഴുതാൻ പറ്റും. പക്ഷേ ഇതൊരു ജനറൽ ഫോമിലാക്കി എഴുതണം. ആദ്യം എന്ത് ഫോമിലാക്കണം? ജനറൽ ഫോമിലാക്കണം. എന്നിട്ട് എക്സിന്റെയും വൈന്റെയും കോയിഫിഷ്യന്റ് അതുപോലെ തന്നെ എഴുതുക. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ത് ചെയ്യാം? ജനറൽ ഫോമിലാക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ bx പ്ലസ് ay ഹോൾ ഡിവൈഡഡ് ബൈ ab, ഹോൾ ഡിവൈഡഡ് ബൈ ab ഈക്വൽ ടു 1, ഹോൾ ഡിവൈഡഡ് ബൈ ab ഈക്വൽ ടു 1. അതിൽ ab നെ പ്രതി കൊണ്ടുവരാണ് കേട്ടോ. അപ്പൊ ബൈ ab പ്രതി കഴിയുമ്പോൾ എന്തായി? ഇൻറ്റു ab ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ab. നമുക്ക് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇതിപ്പോ ഇങ്ങനെ ഡയറക്റ്റ് എഴുതാം. bx പ്ലസ് ay ഹോൾ ഡിവൈഡഡ് ബൈ ab പ്രതി ചെയ്യുമ്പോൾ ഇൻറ്റു ab, 1 ഇൻറ്റു ab. ഓക്കെ, എന്നാൽ എന്ത് ചെയ്യാണ്? ഈക്വൽ ab. ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ. അപ്പൊ ഇതിനോട് പാരലൽ ആയിട്ടുള്ള ഇക്വേഷൻ. ഇത് കുറച്ചുകൂടി എഴുതുമ്പോൾ ഇത് ഇപ്പുറത്തേക്ക് എഴുതുമ്പോൾ മൈനസ് ab ഈക്വൽ ടു 0. ഇതാണ് കറക്റ്റ് ജനറൽ ഇക്വേഷൻ അല്ലെ? ആ പ്ലസ് ab നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ മൈനസ് ab ഈക്വൽ ടു 0. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ. ഇതിനോട് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഇക്വേഷൻ ആയിരിക്കും എക്സിന്റെ കോയിഫിഷ്യന്റ് bx പ്ലസ് ay, അത് മാറ്റാവില്ല, പ്ലസ് കോൺസ്റ്റന്റ് ഈക്വൽ ടു 0, പ്ലസ് കോൺസ്റ്റന്റ് ഈക്വൽ ടു 0, പ്ലസ് കോൺസ്റ്റന്റ് ഈക്വൽ ടു 0 എന്നാണ്. നമുക്ക് അറിയാവുന്നതാണ്, അത് പറഞ്ഞു തന്നതാണ്. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനിന്റെ പ്രത്യേകത എക്സിന്റെയും വൈന്റെയും കോയിഫിഷ്യന്റ് സെയിം ആയിരിക്കും. കോൺസ്റ്റന്റ് മാത്രമേ എന്തായിട്ടുള്ളൂ? ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇനി കോൺസ്റ്റന്റ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഈ സ്ട്രെയിറ്റ് ലൈൻ ഏത് പോയിന്റിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നു? എ ബി എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നു. എ ബി എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ എ ബി എന്ന് പറയുന്ന പോയിന്റിലൂടെ ഈ സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ എക്സിനും വൈക്കും പകരം എന്ത് കൊടുക്കാം? എ ബി കൊടുക്കാം. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ എക്സിനും വൈക്കും പകരം എയും ബിയും കൊടുക്കാണ്. അപ്പൊ x into a, ab plus a into b, ab plus k equal to 0. അത് എഴുതുമ്പോൾ 2ab plus k equal to 0. അതായത് k equal to minus 2ab, k equal to minus 2ab. അതിനെ ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക, ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക. നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ കൊണ്ടുപോയി കൊടുക്കുക. അപ്പൊ കൊടുക്കുമ്പോൾ എന്ത് വരും? bx plus ay minus 2ab equal to 0, minus 2ab equal to 0. ഇനി നമുക്ക് എന്ത് ഫോമിലാക്കണം? ഈ ഫോമിലേക്ക് ആക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യാം? ആദ്യം ഈ മൈനസ് 2ab അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? bx പ്ലസ് ay ഈക്വൽ ടു 2ab എന്നായി, ഈക്വൽ ടു 2ab. ഈ ഫോമിലാക്കാൻ എക്സിന്റെ വൈന്റെ കോയിഫിഷ്യന്റ് b ആണല്ലേ, അപ്പൊ ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യാം? ab കൊണ്ട് ഫുൾ ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് നിൽക്കട്ടെ, ab കൊണ്ട് ഫുൾ ഡിവൈഡ് ചെയ്യാം. അപ്പൊ ab കൊണ്ട് ഫുൾ ഡിവൈഡ് ചെയ്യുമ്പോൾ bx ഡിവൈഡഡ് ബൈ ab പ്ലസ് ay ഡിവൈഡഡ് ബൈ ab equal to 2 into ab by ab. ab ക്യാൻസൽ ആവും. ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? 2 മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലൂടെ b യും b യും ക്യാൻസൽ ആയി. അപ്പോൾ ഇവിടെ ആരുണ്ടാവുള്ളൂ? x by a ക്യാൻസൽ ആയി, y by b equal to 2. ഇക്വേഷൻ കിട്ടിയല്ലോ. x by a plus y by b equal to, yes, ഓപ്ഷൻ ഏതാണ്? x by a plus y by b equal to 2, ഓപ്ഷൻ b. ഇതിൽ ആകെ ഒരു കാര്യമേ ആലോചിക്കണമെന്നുള്ളൂ. എന്താ വന്നത്? ഇതുകൊണ്ട് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ് തന്നു. 2 സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ആണെങ്കിൽ അതിന്റെ എക്സിന്റെ ടേമും വൈന്റെ ടേമും ഒരുപോലെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടെ ഇപ്പൊ പാരലൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈക്വൽ ആയിട്ട് എടുത്താൽ മതി, സെയിം ആയിട്ട് എടുത്താൽ മതി. പ്രൊപ്പോർഷൻ ആക്കേണ്ട, സെയിം ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. എന്നിട്ട് കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു. അത്രയും ചെയ്തിട്ടുള്ളൂ. വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഈ പാരലൽ ആകുമ്പോൾ ആ കോയിഫിഷ്യന്റ് സെയിം ആയിരിക്കും അറിയാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രയും വേണ്ടുള്ളൂ. നമുക്കപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, next question എന്താണ്? The area of a triangle is 5 square unit. Okay, area of a triangle തന്നിട്ടുണ്ട് 5 square unit ആണ്. 2 of its vertices are 2, 1, 3 minus 2. Okay, ഒരു ട്രയാങ്കിളിന്റെ 2 വെർട്ടിസസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ 2, 1, രണ്ടാമത്തെ 3, -2. അടുത്തത് ഇല്ല കേട്ടോ. അടുത്ത വെർട്ടിക്സ് തന്നിട്ടില്ല. പിന്നെ എന്താന്ന് പറഞ്ഞിട്ട് ഏരിയ തന്നിട്ടുണ്ട്. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? ഏരിയ 5 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, the third vertex, അതായത് നമുക്ക് അറിയാത്ത ഈ വെർട്ടെക്സ് എന്ന് പറയുന്നത് lies on
equal to x plus 3. Okay, lies on y equal to x plus 3. Y equal to x plus 3 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിലാണ് ഈ പോയിന്റ് എടുക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഉണ്ടാവും, ഇതിലൂടെ പോകുന്ന ഏതെങ്കിലും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും y equal to x plus 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ് ഓഫ് ദ തേർഡ് വെർട്ടെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ y equal to x plus 3, y equal to x plus 3 ആണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിന്റെ കോർഡിനേറ്റിനെ x, y ആണല്ലോ എപ്പോഴും കോർഡിനേറ്റ്. x എടുക്കുക, അപ്പൊ y എന്താ വരിക? y equal to x plus 3. അതായത് ഈ പോയിന്റ് ഈ സ്ട്രെയിറ്റ് ലൈൻ കിടക്കുന്ന പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ x എടുക്കുമ്പോൾ y എന്താ വരിക? x plus 3. ഈ പോയിന്റ് കൂടെ കടന്നു പോകും. നമുക്ക് ഈ പോയിന്റ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തൂടെ x, x plus 3. ക്ലിയർ ആണല്ലോ? ഈ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ x എടുക്കുക, അപ്പൊ y എന്തായിരിക്കും? x plus 3 ആയിരിക്കും. ഇനി നമുക്ക് തന്നിട്ടുണ്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാണ് പറയുന്നത്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. എന്താ മക്കളെ? ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എന്താണ്? കോർഡിനേറ്റ്സ്. ആദ്യം x കോർഡിനേറ്റ് എഴുതാം 2, 3, x. ഇനി y കോർഡിനേറ്റ്സ് എഴുതാം 1 minus 2 x plus 3. ഓക്കെ, ലാസ്റ്റ് എന്താ? 1, 1, 1 equal to 5. 1, 1, 1 equal to 5. ഇതാണ് ഏരിയയുടെ ഇക്വേഷൻ. അത് 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. അപ്പൊ എന്ത് വരുന്നു? അപ്പൊ നമുക്ക് ഈ ഹാഫിനെ പുറത്തി കൊണ്ടുവരുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു 10. ഓക്കെ, ഹാഫ് പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 5 ആണ്, അത് 10 ആയി. അപ്പൊ എന്ത് ചെയ്യുന്നു? ഡിറ്റർമിനന്റിന്റെ അകത്ത് ഈ ഒരു കാര്യം ചെയ്യണം. നമ്മൾ മാട്രിക്സിൽ ഡിറ്റർമിനന്റ് കണ്ടിട്ടുണ്ട്. ഒരു റോ ഫുള്ള് അല്ലെങ്കിൽ ഒരു കോളം ഫുള്ള് കൊണ്ടുവരികയാണെങ്കിൽ റോ ഇത് ഈ 2 1 എന്താക്കുക? 0 ആക്കി മാറ്റാം. അല്ലാണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതാവുമ്പോൾ പെട്ടെന്ന് കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയും 0 ആക്കണം, ഇവിടെയും 0 ആക്കണം. ചെയ്യുമ്പോൾ ഈ റോ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം കേട്ടോ? 2 റോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 0 ആക്കണം. അപ്പൊ അതെന്ത് ചെയ്യണം? ചേഞ്ച് വരാത്ത 2, 1, 1 അതുപോലെ തന്നെ എഴുതി. ഇവിടെ ഒരു കോളം ഫുള്ള് 1 വന്നു. അപ്പൊ 2 1 എന്താക്കി മാറ്റുക? 0 ആക്കി മാറ്റുക. അപ്പൊ പെട്ടെന്ന് സ്റ്റെപ്പ് കഴിയും. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ചെയ്താലും കിട്ടും, അല്ലാണ്ട് ഇട്ടുകൊണ്ട് ചെയ്താലും കിട്ടും. പക്ഷെ നമ്മളിവിടെ സമയം ലാഭിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് കിട്ടും. അപ്പൊ ഈ 1 0 ആണെങ്കിൽ 1 - 1 ചെയ്യാം. ഇത് -1. അപ്പൊ 1 - 1 0. ഇയാളെ 0 ആക്കുമ്പോൾ ഇവിടെ നിന്നാണോ മൈനസ് ചെയ്യേണ്ടത്? ആരാണോ 0 ആക്കുന്നത് അവിടുന്ന് മൈനസ് മറ്റേ 1 ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, 1 - 1 0. ഈ 1 ഉപയോഗിച്ചുകൊണ്ട് വേണ്ടോ 0 ആക്കാൻ? നമ്മളത് എനക്കാണ്ട് വെച്ചിരിക്കുന്നത്, തൊടാണ്ട് വെച്ചിരിക്കുന്ന 1 വെച്ചിട്ട് വേണം 0 ആക്കാനായിട്ട്. അപ്പൊ 1 - 1 0, -2 - 1. അപ്പൊ എന്താ വരിക? -3. 3 - 2 1. ഓക്കെ, നെക്സ്റ്റ് ഇത് 0 ആക്കണമെങ്കിൽ 1 - 1. തേർഡ് റോ ആണ്. അപ്പൊ തേർഡ് റോ മൈനസ് ഫസ്റ്റ് റോ ആണ് ചെയ്യേണ്ടത്. 1 - 1 0. അടുത്തത് x plus 3 - 1. അപ്പൊ x plus 3 - 1 പറയുമ്പോൾ x plus 2. 3 ഒന്ന് പോകും, 2 വരും. x - 2. അപ്പൊ അതെന്താ? x - 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 0 കൂടുതലുള്ള കോളം വെച്ച് ഡിറ്റർമിനന്റ് കാണാം. അപ്പൊ ഇത് വെച്ച് ചെയ്യാം. ഇത് വെച്ച് ചെയ്യുമ്പോൾ ഇതും പോയി. ഓക്കെ, അപ്പൊ 1 × 1 × എന്ന കാര്യമില്ലല്ലോ, ക്രോസ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? x plus 2 minus 3 × അപ്പൊ +3 × x - 2 equal to 0. 0 അല്ല 10 equal to 10. അപ്പൊ അത് കൊടുക്കുമ്പോൾ x plus 2 3 ഉള്ളിലേക്ക് കൊടുക്കുക, പ്ലസ് 3x - 6 equal to 10. 3x ഉം x ഉം 4x അല്ലേ? അപ്പൊ 4x - 4 equal to 10. അപ്പൊ 4x - 4 equal to 10 ആണ്. അപ്പൊ 4x equal to -4 അപ്പുറത്തേക്ക് പോകുമ്പോൾ +4 ആയി. 10 ഉം 4 14 അല്ലെ? അപ്പൊ x equal to 14 / 4, അതായത് 7/2 7/2. 7/2 x കോർഡിനേറ്റ് വരുന്ന y ഒന്നും കാണുന്നുണ്ട. 7/2 x കോർഡിനേറ്റ് വരുന്ന ആകെ c മാത്രമേ ഉള്ളൂ. അപ്പൊ അത് തന്നെ ആയിരിക്കും ഓപ്ഷൻ വരിക. ഓക്കെ, 7/2 ആണ് ഓപ്ഷൻ, അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ. x കോർഡിനേറ്റ് 7/2 വരണമെന്ന് പറഞ്ഞു. അതിൽ ആകെ c മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ. ആൻസർ വരും. ഓക്കെ, അതായത് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ? ഈ ഏരിയയുമായിട്ട്, ട്രയാങ്കിളിന്റെ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെടുത്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലെ? y equal to x plus 3 ഉള്ള പോയിന്റ് പ്രത്യേകത, x ന് 1 കൊടുക്കുമ്പോൾ y എന്താ വരിക? 1 plus 3. x ന് 2 കൊടുക്കുമ്പോൾ y എത്ര വരിക? 2 plus 3. അപ്പൊ x ന് x കൊടുക്കുമ്പോൾ y ക്ക് എത്ര വരിക? x plus 3. ഓക്കെ, അപ്പൊ x ന് x കൊടുക്കുക ചെയ്തത്, x plus 3 കൊടുത്തു. അത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യും. അടുത്ത ചോദ്യം, ഇഫ് xy is equidistant from a plus b, b minus a and a minus b, a plus b, then first option x plus y equal to 0, second option bx minus ay equal to 0, third option ax minus by equal to 0, fourth option bx plus ay equal to 0, fifth option ax plus by equal to 0. 2017 കുറിച്ചുള്ള
ചോദ്യമുള്ളത് എക്സ് വൈ ഒരു പോയിന്റ് എന്താണ് ഈക്വ ഡിസ്റ്റന്റ് ഫ്രം ദീസ് 2 പോയിന്റ്സ്. ഈ 2 പോയിന്റിൽ നിന്നുള്ള ഈക്വ ഡിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ 2 പോയിന്റിൽ നിന്നുമുള്ള എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റിന്റെ ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് ഉപയോഗിക്കുമ്പോൾ എന്ത് ഫോമിൽ ഉപയോഗിക്കുന്നത്? ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിക്കുക അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് സാധാരണ പോലെ ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിക്കുക. അപ്പൊ ഈ പോയിന്റും എക്സ് വൈ എ പ്ലസ് ബി ബി മൈനസ് എ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇക്വേഷൻ ഉപയോഗിക്കുക. എന്താ ഉപയോഗിക്കുക? റൂട്ട് ഓഫ് x2 minus x1 whole square plus y2 minus y1 whole square. അപ്പൊ ഇവിടെ എന്ത് എഴുതുന്നു? അപ്പൊ ഇവര് ചോദിക്കുന്നത് ഈ എക്സ് വൈ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പൊ നമുക്കത് സോൾവ് ചെയ്താൽ ഡിസ്റ്റൻസ് ഫോമിൽ സോൾവ് ചെയ്താൽ തന്നെ കാര്യം കിട്ടും. അതായത് എക്സിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അതെന്താ വരിക? എക്സ് മൈനസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് വരും? y മൈനസ് ബി മൈനസ് എ ഹോൾ സ്ക്വയർ അല്ലെ. ഈക്വൽ ടു ആര് തമ്മിലുള്ള ഡിസ്റ്റൻസ്? എക്സ് വൈയും ഈ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അവർ രണ്ടും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് ചെയ്യാണ്? എക്സ് മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഓക്കെ. അപ്പൊ എക്സ് വൈ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ക്വയർ റൂട്ടിന്റെ അകത്ത് ഒതുങ്ങി കിടക്കുക. അപ്പൊ ആദ്യം റൂട്ട് കളയണം. അപ്പൊ രണ്ട് ഭാഗത്ത് എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്റ്റെപ്പ് സ്ക്വയർ ചെയ്ത് തന്നെ എഴുതാം കേട്ടോ. എപ്പോഴും നമ്മൾ വെറുതെ ഈ സ്റ്റെപ്പ് എഴുതി കാണിച്ചു കൊടുക്കുന്നൊന്നുമില്ലല്ലോ. എന്ത് ചെയ്യാം? ആ സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സ്ക്വയർ റൂട്ട് കളഞ്ഞിട്ട് എഴുതാം. അപ്പൊ എന്ത് വരും? എക്സ് മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി മൈനസ് എ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് എ മൈനസ് ബി whole square plus y minus a plus b whole square. Okay. ഇനി ബാക്കി എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു a plus b a minus b whole square ചെയ്യാം. ഇവിടെ a എന്ന് പറയുന്നത് ആരാണ്? x ആണ്. b എന്ന് പറയുന്നത് a plus b ആണ്. അപ്പൊ a square plus b square minus 2ab ആ സംഭവം എഴുതുന്നു. അപ്പൊ ഇവിടെ x square plus b square എന്ന് പറയുമ്പോൾ a plus b യുടെ whole square minus 2x into a plus b. അതുപോലെ ഇതും എക്സ്പാൻഡ് ചെയ്യാം. പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ബി മൈനസ് എയുടെ ഹോൾ സ്ക്വയർ മൈനസ് 2y ഇൻറ്റു ബി മൈനസ് എ which is equal to ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എ മൈനസ് ബിയുടെ ഹോൾ സ്ക്വയർ മൈനസ് 2x ഇൻറ്റു എ മൈനസ് ബി. എല്ലാം എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. അത് വെച്ച് എക്സ്പാൻഡ് ചെയ്യണം കേട്ടോ. അടുത്ത ടൈം എന്ത് വരും? വൈ സ്ക്വയർ പ്ലസ് ഞാൻ എപ്പോഴും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ആദ്യം സ്ക്വയറുകൾ എഴുതിയാണ് അടുത്ത ടൈം എഴുതുന്നത്. നമുക്ക് എങ്ങനെയാണ് എഴുതാം കേട്ടോ. a plus b whole square minus 2y into a plus b. ഓക്കെ. ഇനി ഇതുപോലെ ക്യാൻസൽ ചെയ്യാൻ എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്തു. വൈ സ്ക്വയർ ക്യാൻസൽ ചെയ്തു. a plus b whole square a plus b whole square ക്യാൻസൽ ചെയ്തു. ഇനി a minus b whole square b minus a whole square എന്താണ്? സെയിം ആണ് അല്ലെ. കാരണം ഇവിടെ b minus ക്ക് പകരം നെഗറ്റീവ് ഓഫ് a minus b യുടെ ഹോൾ സ്ക്വയർ പറയാം. അതിന് സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവും a minus b whole square തന്നെയാവും. അപ്പോ b minus a whole square a minus b whole square എന്താണ്? സെയിം ആണ്. അതിന് എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ബാക്കിയുള്ളവരെ എടുത്ത് എഴുതുക. അപ്പൊ മൈനസ് 2x ഇൻറ്റു എ പ്ലസ് ബി മൈനസ് 2y ഇൻറ്റു ബി മൈനസ് എ ഈക്വൽ ടു സ്ക്വയർ ചെയ്യാം ഈക്വൽ ടു മൈനസ് 2x ഇൻറ്റു എ മൈനസ് ബി മൈനസ് 2y ഇൻറ്റു എ പ്ലസ് ബി. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? ഇത് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരും മൈനസ് 2x a മൈനസ് 2x b. ഇതിലേക്ക് വരുമ്പോ മൈനസ് 2y b പ്ലസ് 2y a ഈക്വൽ ടു മൈനസ് 2x a പ്ലസ് 2x b മൈനസ് 2y a മൈനസ് 2y b. ഓക്കെ. ഇനി ആരെങ്കിലും ക്യാൻസൽ ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാം. നമ്മൾ നോക്കുമ്പോ മൈനസ് 2x a മൈനസ് 2x a ഉണ്ട്. അത് ക്യാൻസൽ ചെയ്തു. അത് നോക്കും മൈനസ് 2y b മൈനസ് 2y b ഉണ്ട്. അതും ക്യാൻസൽ ചെയ്തു. ഇനി വേറെ ആരും ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ളവർക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അല്ലെ. ഇവിടെ മൈനസ് 2xb ഉണ്ട്. ഈ പ്ലസ് 2xb പ്രതി വരുമ്പോൾ എന്ത് വരും? മൈനസ് 2xb ആവും. രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 4xb. അതുപോലെ ഇവിടെ 2y ഉണ്ട്. ഇവിടെ മൈനസ് 2y പുറത്ത് വരുമ്പോൾ പ്ലസ് 2y ആവും. അപ്പൊ എന്ത് വരും? പ്ലസ് 4ya ഈക്വൽ ടു 0. അപ്പോ യെസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ എല്ലാവർക്കും കോമൺ ആയിട്ട് ആരുണ്ട്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് xb പ്ലസ് വൈ എ ഈക്വൽ ടു 0/4 ആറ് തന്നെയാണ്? 0 തന്നെയാണ്. ഇതിന് വൃത്തിയിലായിട്ടുമ്പോൾ എന്ത് വരും? എ വൈ മൈനസ് ബി എക്സ് ഈക്വൽ ടു 0. എ വൈ മൈനസ് ബി എക്സ് ഈക്വൽ ടു 0. ഇവിടെ നോക്കൂ. ഇവിടെയാണ് വ്യത്യാസമുള്ളത്. യെസ്. ഇവിടെ നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയത് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ എന്ത് വരും? മൈനസ് എ വൈ പ്ലസ് ബി എക്സ് എസ് ആദ്യത്തെ ഇക്വേഷൻ ഈക്വൽ ടു 0. മൈനസ് എ വൈ
പ്ലസ് ബി എക്സ് ഈക്വൽ ടു 0. ഇത് തന്നെയാണ് ഈക്വേഷൻ ഓപ്ഷൻ ബി. ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ജസ്റ്റ് സോൾവ് ചെയ്യാൻ ശ്രദ്ധിച്ച് ചെയ്യാട്ടോ. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാൻ, സോൾവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, ഡിസ്റ്റൻസ് ഫോർമുല മാത്രമേ ഉപയോഗിക്കാൻ ഉള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് ചോദ്യം? ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ -3,5. ഓക്കെ, നമുക്ക് സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത്. ആ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ഏത് കൂടെ പാസ് ചെയ്യുന്നു? -3,5 പാസ് ചെയ്യുന്നു. ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ത്രൂ ദ പോയിന്റ്സ് -1, 0 and -4, 1. അപ്പൊ നമ്മുടെ സ്ട്രേറ്റ് ലൈനിന്റെ പ്രത്യേകത നോക്കൂ. ഇവിടെ -1, 0 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, അതുപോലെ -4, 1 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഇതാണ് രണ്ട് പോയിന്റ് എന്ന് വിചാരിക്കാം. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനോട് പെർപെൻഡിക്കുലർ ആണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ. നമുക്ക് വേണ്ട സ്ട്രെയിറ്റ് ലൈൻ ഈ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈനിനോട് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് വേണ്ട ലൈൻ ഇക്വേഷൻ കേട്ടോ. ഇനി നമ്മുടെ ലൈൻ ഏത് കൂടെ കടന്നു പോകുന്നുണ്ട്? -3,5 എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോവുകയുമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ കിട്ടാൻ ഒന്നുകിൽ രണ്ട് പോയിന്റ് വേണം. ഇവിടെ രണ്ട് പോയിന്റില്ല, ഒരു പോയിന്റ് ഉള്ളൂ. ഇനി ഒരു പോയിന്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ സ്ലോപ്പ് കിട്ടിയാലും മതി. പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ നോക്കൂ, സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള സൂത്രം ഉണ്ട്. ഈ രണ്ട് ലൈനും നമുക്ക് ഇത് L1 ആണെന്ന് വിചാരിക്കാം, ഇത് L2 ആണെന്ന് വിചാരിക്കാം. L2 ആണ് കേട്ടോ നമുക്ക് വേണ്ട സ്ട്രെയിറ്റ് ലൈൻ. L2 ആണ് നമുക്ക് വേണ്ട സ്ട്രെയിറ്റ് ലൈൻ. നമുക്കറിയാം L1 പെർപെൻഡിക്കുലർ ടു L2 ആണ്. L1 പെർപെൻഡിക്കുലർ ടു L2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സ്ലോപ്പുകളുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഈക്വൽ ടു -1. അതായത് M1 into M2 എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 ആയിരിക്കും. M1 into M2 എന്ന് പറയുന്നത് -1 ആയിരിക്കും. നമുക്ക് വേണ്ടത് L2 ആണ് കേട്ടോ. നമുക്ക് വേണ്ട സ്ട്രെയിറ്റ് ലൈനിന്റെ പേര് L2 എന്നാണ്. ടീച്ചർ പറയാൻ എളുപ്പത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ M1 into M2, അതായത് ആദ്യത്തെ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് ഇൻറ്റു നമുക്ക് വേണ്ട സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് ഈക്വൽ ടു -1 ആണ്. കാരണം അവർ പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമുക്ക് രണ്ട് പോയിന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചൂടെ? L1ന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചൂടെ? L1ന്റെ സ്ലോപ്പ് അതായത് M1 കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? M2 കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? M1 ആദ്യത്തെ ലൈൻ നമുക്ക് തന്നിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോവാണ്. y2 - y1, അതായത് 1 - 0 ഡിവൈഡഡ് ബൈ x2 - x1. x2 - x1 എന്ന് പറയുമ്പോൾ, സോറി ഇവിടെ -1 അല്ല 1, 0 ആണ്. അപ്പൊ x2 - x1 എന്ന് പറയുമ്പോൾ -4 - 1 അല്ലേ? അപ്പൊ which is equal to എന്ത് വരും? 1/-5. ഇനി ഒരു സൂത്രം പറഞ്ഞുതരാം. മറ്റേ ആളുടെ M2 കാണണമെങ്കിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കണ്ട. അതായത് രണ്ട് സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ ആണ്. ഒരാളുടെ സ്ലോപ്പ് കിട്ടിയെങ്കിൽ അടുത്ത ആളുടെ സ്ലോപ്പ് കിട്ടാൻ ഇതിലൊന്നും ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിൽക്കണ്ട. റെസിപ്രോക്കൽ ചെയ്യാൻ ചിഹ്നം മാറ്റുക, ഇത്രേ വേണ്ടുള്ളൂ. അതായത് കിട്ടിയ സ്ലോപ്പിന്റെ എന്ത് ചെയ്യണം? ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? അതിന്റെ സ്ലോപ്പിനെ റെസിപ്രോക്കൽ ചെയ്യുകയും ചെയ്യുക, സൈൻ മാറ്റുകയും ചെയ്യുക. റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ എന്താ വരിക? -5/1 മൈനസ് മാറി പോസിറ്റീവ് ആയി വരും, നെഗറ്റീവ് മാറി പോസിറ്റീവ് ആയി. അപ്പൊ എന്തായിരിക്കും വരിക? 5 ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണ്. ഒരു ലൈനിന്റെ സ്ലോപ്പ് -1/5 ആണെന്നുണ്ടെങ്കിൽ അടുത്ത പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ ചെയ്യാം, നെഗറ്റീവ് കൊണ്ട് സൈൻ മാറ്റാം. റെസിപ്രോക്കൽ ചെയ്യാൻ സൈൻ മാറ്റാം. അപ്പൊ 1/-5 ആണ്. റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ -5 ആണ് കിട്ടുക, സൈൻ മാറ്റുമ്പോൾ 5 ആണ് കിട്ടുക. ഓക്കെ, ഇനി സ്ലോപ്പ് 1 ആണെങ്കിൽ അതിന്റെ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ ചെയ്യാം. അപ്പൊ 1/1 തന്നെ, സൈൻ മാറ്റുക -1. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ M2. അപ്പൊ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ സ്ലോപ്പ് ആണ് കിട്ടിയത് 5 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോയിന്റ് കിട്ടി, സ്ലോപ്പും കിട്ടി. നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുന്ന ഒരു പോയിന്റ് ആണ് -3,5 എന്ന് പറയുന്നത്. നമ്മുടെ സ്ലോപ്പ് ആരാണ്? 5 ആണ്. അപ്പൊ പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിക്കുക. y - y1 equal to m into x - x1. ഓക്കെ, നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ സ്ലോപ്പ് ആണ് M2, ആര്? 5. x1 y1 എന്ന് പറയുന്നത് കടന്നു പോകുന്ന പോയിന്റ് ആണ് -3,5 എന്ന് പറയുന്നത്. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ y - 5 equal to m, അതായത് 5 into x - x1. അപ്പൊ -3 കൊടുക്കുമ്പോൾ +3 ആയി. ഇനി -5 ഉള്ളിലേക്ക് കൊടുക്കുക. 5x + 15. ഇനി എല്ലാവരും ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? ഇപ്പുറത്തേക്ക് വരുമ്പോൾ 0 equal to 5x + y ഇപ്പുറത്തേക്ക് വരുമ്പോൾ -5 ഇപ്പുറത്തേക്ക് +5 ആണ്, +20. ഓക്കെ, യെസ്, ശരിയാണോ? അത് 5x - 5 + 20, -5 + 20. യെസ്, ഇതാണ് ആൻസർ. ഇനി ഇതെല്ലാം നമുക്ക് വേറൊരു സൂത്രം ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം നോക്കേണ്ടത്, -3,5 കൂടെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് വേണ്ടത് അല്ലെ? അപ്പോ നമ്മുടെ ഓപ്ഷനിൽ ഏതെങ്കിലും ഒരാൾ എന്ത് ചെയ്യും? -3,5 സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പോയിന്റ് ഇട്ട് നോക്കാം. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിർത്തിയില്ല, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. അല്ല, ചിലപ്പോൾ ബിയിൽ കറക്റ്റ് ആവും എന്തായാലും. കാരണം ബി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോയിന്റ് കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ബിയിൽ എന്തായാലും കറക്റ്റ് ആവും. പക്ഷെ വേറെ ഏതെങ്കിലും കറക്റ്റ് ആയി കഴിയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ഇത് മാത്രം ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ബി ആണെന്ന് ആൻസർ ചെയ്യാം. ഇത് ശരിയായിട്ടുള്ള മെത്തേഡാണ്. ഇപ്പൊ പറഞ്ഞത്
മാത്രം ഈ പോയിന്റ് ഇട്ട് നോക്കിയിട്ട് ആൻസർ ക്യാൻസൽ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഉഡായിപ്പ് മെത്തേഡാണ്. ഓക്കെ, അപ്പൊ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇതാണ് അതിന്റെ ശരിക്കുള്ള വഴി. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ അടുത്ത പ്രോബ്ലം ചെയ്യാം. 2016 ഒരു ചോദ്യമാണിത്. The nearest point on the line x plus y minus 3 equal to 0. Okay, x plus y minus 3 equal to 0 from the point 3, minus 2 is. Okay, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇതെന്ന് വിചാരിക്കുക. ഈ പോയിന്റിൽ നിന്ന് ഫ്രം ദ പോയിന്റ് 3, minus 2, ഈ പോയിന്റിൽ നിന്നുള്ള ഈ സ്ട്രെയിറ്റ് ലൈനിലുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ആണ്. അല്ലെ ഒരു പോയിന്റിൽ നിന്ന് ഈ സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നേരെ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന പോയിന്റ് ആണ്. അല്ലെ, ഈ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ തന്നെയാണ് ഒരു ഉദ്ദേശിച്ചത്. മാറ്റി പറഞ്ഞു മാത്രം. ടീച്ചർ ഡയറക്റ്റ് ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, ഇത് കറക്റ്റ് അവിടെ എഴുതാവുന്നതേ ഉള്ളൂ. കറക്റ്റ് ഇക്വേഷൻ ആണ്, അതായത് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ആണ് ഇതെന്ന് ഉദ്ദേശിച്ചെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ പ്രോബ്ലം ചെയ്തത്. നമുക്ക് എന്തായാലും ഇക്വേഷൻ ഉപയോഗിച്ച് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ. എന്താ ഇക്വേഷൻ? x2 minus x1. x2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുന്നു? x2 minus x1 എന്ന് പറയുന്നത് ഏതാണ് പോയിന്റ്? ആ പോയിന്റ് ആണ് കേട്ടോ. x2 minus 3 divided by a. a എന്ന് പറയുന്നത് ഈ കോയിഫിഷ്യന്റ് ആണ്, x ന്റെ കോയിഫിഷ്യന്റ് 1 equal to y2 minus 2 അപ്പൊ +2 divided by y ന്റെ കോയിഫിഷ്യന്റ്, ഇക്വേഷന്റെ y ന്റെ കോയിഫിഷ്യന്റ് 1 equal to minus of എന്താണ്? ഈ x ന് y ക്കും പകരം എന്ത് ചെയ്യുക? ഇക്വേഷൻ കൊടുക്കുക. അപ്പൊ എന്ത് വരും? ഈ പോയിന്റ് കൊടുക്കുക. അപ്പൊ 3 x ന് 3 കൊടുത്തു, y ക്ക് -2 -3 ഹോൾ ഡിവൈഡ് ബൈ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ, അതായത് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഓക്കെ, ആ ഇക്വേഷനിൽ കൊടുക്കേ വേണ്ടുള്ളൂ. ഇപ്പൊ ഇമേജ് ആണെങ്കിൽ 2 കൂടുതൽ വരുന്നു മാത്രം. ബാക്കിയെല്ലാം സെയിം ആണ്. ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്തിക്കേണ്ട. x2 minus 3 by 1 എഴുതുന്ന കാര്യമില്ല. ഈക്വൽ ടു y2 plus 2 equal to x. നമ്മൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇക്വേഷൻ അങ്ങനെ പഠിച്ചതുകൊണ്ട് പറഞ്ഞത് മാത്രം. ഇവിടെ 3 ക്യാൻസൽ ആയി. എന്താ വരിക? പ്ലസ് 2 അല്ലെ. 2 ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 2 ആണ്. അത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം. x2 minus 3 equal to 1, അതായത് x2 minus 3 equal to 1, അതായത് x2 equal to plus 3 അപ്പുറത്തേക്ക് പോകുന്നു, minus 3 അപ്പുറത്തേക്ക് പോകുന്നു, plus 3 ആവുന്നു. അപ്പൊ എത്രയാ? 4. ഇനി ഇവിടെ എന്താ? y2 plus 2 equal to 1 ആണ്. അപ്പൊ y2 equal to എന്ത് വരും? y2 equal to 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ -1. ഓക്കെ, അപ്പൊ ഏതാ പോയിന്റ്? 4, -1 ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ ഒരു പോയിന്റിൽ നിന്നുള്ള ഏറ്റവും അടുത്തുള്ള പോയിന്റ് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള ഏറ്റവും അടുത്തുള്ള പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ആണ്. ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലറിന്റെ പേരൊന്ന് മാറ്റി ചോദിച്ചെന്ന് മാത്രം. നമ്മൾ അതിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ചോദ്യം? ലെറ്റ് a of 0, 0 ഒറിജിൻ ആണ് കേട്ടോ, ആൻഡ് b of 8, 0 അതും x ആക്സിലുള്ള പോയിന്റ് ആണ്. 8, 0 y ന്റെ കോർഡിനേറ്റ് 0 ആണല്ലോ. b 2 vertices of a right angle triangle. അപ്പൊ നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെയാണ് 8, 0 വരിക, ഇവിടെ ആയിരിക്കും 0, 0. അപ്പൊ ഇതാണ് a, ഇതാണ് എന്ത്? b. ഓക്കെ, അപ്പൊ ഒരു സൈഡ് a b ആണ്. ഈ അത് x ആക്സിസ് ആണ് കേട്ടോ വരുന്നത്. x ആക്സിന്റെ പ്രശ്നമാണ് വരുന്നത്. Is a right angle whose hypotenuse is BC. Okay, hypotenuse BC. Okay, അപ്പൊ c ഇവിടെ ഓട്ടോമാറ്റിക്കലി വരണം. BC ഹൈപ്പോട്ടന്യൂസിന്റെ ഓപ്പോസിറ്റ് ആണ് 90 ഡിഗ്രി, ഇവിടെയാണ് 90 ഡിഗ്രി. അപ്പൊ ഇത് BC. Okay, and if the circumcenter is 4, 2. സർക്കംസെന്റർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 4, 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കംസെന്റർ 4, 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ടീച്ചർ കാര്യം പറഞ്ഞാലും നമ്മുടെ സർക്കംസെന്റർ, അതുപോലെ ഓർത്തോസെന്റർ, സെൻട്രോയിഡ് അത് പഠിക്കുമ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഓർത്തോസെന്റർ എന്ന് പറയുന്നത് ഇതിന്റെ റൈറ്റ് ആംഗിൾ പോയിന്റ് ആയിരിക്കും, റൈറ്റ് ആംഗിൾ വരുന്ന പോയിന്റ് ആയിരിക്കും. സർക്കംസെന്റർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആണ്. ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ സർക്കംസെന്റർ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 4, 2. അത് ആരുടെ മിഡ് പോയിന്റ് ആണ് മക്കളെ? ഇതിന്റെ മിഡ് പോയിന്റ് ആണ്. ആരുടെ മിഡ് പോയിന്റ് ആണ്? ഈ BC ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് C ആണ് കണ്ടുപിടിക്കേണ്ടത്. CX, y x എന്ന കാര്യമില്ല. x എന്താ വരിക? 0, y ആയിരിക്കും. കാരണം y ആക്സിസിലാണ് അല്ലെ. അത് നമുക്ക് കോമൺ സെൻസ് ആണ്. അപ്പൊ തന്നെ എഴുതാം. അപ്പൊ തന്നെ നമുക്ക് ഓരോ ഓപ്ഷൻസ് കട്ട് ചെയ്യാലോ. ഏതൊക്കെ ഓപ്ഷൻ കട്ട് ചെയ്യാം? A കട്ട് ചെയ്യാം, കാരണം അവിടെ x 2 ആണ് വന്നിരിക്കുന്നത്. B ഇല്ല, C ഇല്ല, D ഇല്ല. അപ്പൊ E കട്ട് ചെയ്യാം. ഇത് രണ്ടും എന്തായാലും ആവില്ല, ഓപ്ഷൻ ആവില്ല. കാരണം നമ്മുടെ C കണ്ടുന്നത് y ആക്സിസിലാണ്. y ആക്സിസിൽ y കോർഡിനേറ്റ് 0 ആണ്, സോറി x കോർഡിനേറ്റ് 0 ആണ്. ഓക്കെ, ഇനി മിഡ് പോയിന്റ് ഫോം ഉപയോഗിച്ചാൽ മതി. എന്താണ്? y നെ കണ്ടുപിടിക്കണ്ടോ? അപ്പൊ എന്താണ്? y plus 0 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ഇവിടുത്തെ y കോർഡിനേറ്റ് അതാരാ? 2.
അപ്പൊ y ഈക്വൽ ടു ഇത് പുറത്തേക്ക് വരുമ്പോൾ 4, y ഈക്വൽ ടു 4, 0,4 ഓപ്ഷൻ സി, 0,4 ഓപ്ഷൻ സി. ഇതിൽ ആകെ അറിയേണ്ടത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏത് കോർഡിനേറ്റ്, സർക്കം സെന്റർ എന്ന് പറയുന്നത് കോർഡിനേറ്റ് അല്ല, അതിന്റെ സർക്കം സെന്റർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആണെന്നുള്ള പോയിന്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ചോദ്യം എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ടീച്ചർ അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞിരിക്കുക, അത് പഠിച്ചുകൊണ്ടിരിക്കുക. അതിൽ ഓരോ പ്രോപ്പർട്ടി ടീച്ചർ പറയുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിലെ ഈ സെൻട്രോയിഡും ഓർത്തോ സെന്ററും അതുപോലെ സർക്കം സെന്ററും ഒരൊറ്റ പോയിന്റിലാണ് വരിക. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അവരുടെ റേഷ്യോ 2:1 ഓർമ്മ ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ ചെയ്ത് നോക്കുക. സെയിം അതുപോലെ തന്നെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, അത് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയുള്ള പോയിന്റ്സ് എല്ലാം ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ചെയ്ത് നോക്കാം. ക്ലിയർ ആണോ? ഇതൊന്ന് നോട്ട് ചെയ്യും.